കായംകുളം കൊച്ചുണ്ണി കള്ളനായ കഥയറിയാമോ? 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ കൊട്ടുകുളങ്ങരയ്ക്കടുത്താണ് കൊച്ചുണ്ണി ജനിച്ചത്. കൊച്ചുണ്ണിയുടെ പിതാവ് വലിയ അക്രമിയും കള്ളനുമായിരുന്നു. അന്നന്ന് മോഷ്ടിച്ചു കിട്ടുന്നതുകൊണ്ട് അഹോവൃത്തി കഴിച്ചുവന്നതല്ലാതെ അയാൾക്ക് സമ്പാദ്യം ഒന്നുമുണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ മോഷ്ടിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അയാളുടെ കുടുംബം പട്ടിണിയിലാകുമായിരുന്നു. അതിനാൽ കൊച്ചുണ്ണിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കൊച്ചുണ്ണി വീടുവിട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു പരദേശ ബ്രാഹ്മണന്റെ മഠത്തിലെത്തുകയും കഥ കേട്ട് ദയാലുവായ ബ്രാഹ്മണൻ ഭക്ഷണം നൽകുകയും അടുത്തുള്ള വലിയ വീട്ടിൽ പീടികയിൽ ജോലി വാങ്ങിച്ചു നൽകുകയും ചെയ്തു. കാലക്രമേണ പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായിത്തീർന്നു. അക്കാലത്ത് കായംകുളത്ത് ഒരു തങ്ങൾ ആയുധാഭ്യാസം പരിശീലിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു. ആയുധാഭ്യാസം പഠിക്കാനായി ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നിന്റെ പിതാവ് വലിയ കള്ളനായിരുന്നു. നിന്നെ അഭ്യാസങ്ങൾ കൂടി ശീലിപ്പിച്ചാൽ നീ ലോകം മുടിക്കും. ഇതുകേട്ട് കൊച്ചുണ്ണി വിഷമിച്ചെങ്കിലും ആഗ്രഹം വിട്ടില്ല. രാത്രികാലങ്ങളിലായിരുന്നു തങ്ങൾ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത്. ആരുമറിയാതെ തങ്ങളുടെ കളരിക്ക് സമീപം ഒരു സ്ഥലത്തിരുന്ന് അഭ്യാസങ്ങളെല്ലാം കണ്ടുപഠിക്കുകയും ചെയ്തു. ഒരിക്കൽ ഇത് കണ്ട തങ്ങൾ പഠിച്ചത് കാണിക്കുവാൻ പറഞ്ഞു. നന്നായി ആയുധാഭ്യാസം കാണിച്ച കൊച്ചുണ്ണിയെ തങ്ങൾക്കിഷ്ടമായി. പിന്നീട് തങ്ങളുടെ പ്രിയ ശിഷ്യനായി മാറി. അങ്ങനെ കൺകെട്ട്, ആളുമാറാട്ടം മുതലായ ജ്വാലവിദ്യകളും കൊച്ചുണ്ണിക്ക് പറഞ്ഞുകൊടുത്തു. ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ശർക്കരയ്ക്കു വേണ്ടി പീടികയിലെത്തി. എന്നാൽ ശർക്കര മുതലാളിയുടെ വീട്ടിലായിരുന്നു. അതെടുക്കാൻ ചെന്ന കൊച്ചുണ്ണി എത്ര വിളിച്ചിട്ടും കതക് തുറന്നില്ല. പഠിച്ച വിദ്യ ഉപയോഗിച്ച് അകത്തു കയറി ശർക്കര എടുത്തു. എന്നാൽ ഇതറിഞ്ഞ മുതലാളി അവനെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഒറ്റപ്പെട്ടുപോയ കൊച്ചുണ്ണി ഒരു വിവാഹം കഴിച്ചു. എന്നാൽ ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ കൊച്ചുണ്ണി പണക്കാരിൽ നിന്നും മോഷ്ടിച്ചാണ് കുടുംബം നോക്കിയിരുന്നത്. ഇങ്ങനെ കിട്ടുന്നതിൽ ഒരു പങ്കുപയോഗിച്ച് പാവപ്പെട്ടവരെ അവൻ ധാരാളമായി സഹായിച്ചുകൊണ്ടിരുന്നു. അവന്റെ മോഷണം വർദ്ധിച്ചപ്പോൾ അവസാനം കൊച്ചുണ്ണിയെ പിടിക്കാൻ ദിവാൻ ഉത്തരവിട്ടു. എന്നാൽ കൊച്ചുണ്ണിയുടെ സുഹൃത്തുക്കളുടെ ചതിയിലൂടെ കൊച്ചുണ്ണിയെ പിടിച്ചു. ജയിൽ ചാടി അവരെ കൊച്ചുണ്ണി വകവരുത്തി. അങ്ങനെ കൊച്ചുണ്ണിയെ പിടിക്കാൻ കുഞ്ഞുപണികർക്ക് ഉത്തരവ് കിട്ടി. അദ്ദേഹം കൊച്ചുണ്ണിയുടെ സുഹൃത്തിനെ സ്വാധീനിച്ച് കൊച്ചുണ്ണിക്ക് വിരുന്നു നൽകി. അതിൽ മയക്കുമരുന്ന് നൽകി ജയിലിലടച്ചു. അങ്ങനെ 91 ദിവസം ജയിൽവാസത്തിനു ശേഷം കൊച്ചുണ്ണി മരിച്ചു. ഇന്നും കൊച്ചുണ്ണിയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ക്ഷേത്രം കേരളത്തിലുണ്ട്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അവൻ ദൈവമായിരുന്നു.